ജേക്കബ് സാറിൻ്റെ പൊന്നോമന പുത്രൻ ശ്രീ അനൂപ് ജേക്കബ് സാറ് വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കുമെന്നാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം. അദ്ദേഹം UDFൻ്റെ ഭരണമുണ്ടെങ്കിൽ ഒരു മന്ത്രിയാണ്. അദ്ദേഹം വളരെ ജനകീയനാണ്. ഏതൊരു കുഞ്ഞു കൊച്ചിനോടും വളരെ സൗമ്യമായ രീതിയിൽ സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ്. എല്ലാവർക്കും അനൂപ് ജേക്കബ് സാർ എന്ന് പറഞ്ഞാൽ ഒരു ഹരം തന്നെയാണ്. അദ്ദേഹം നല്ല രീതിയിൽ ഈ പിറവത്തിൻ്റെ ഒരു പൊന്നോമന പുത്രനായി ഉദിച്ചു വരും. കഴിഞ്ഞ പ്രാവശ്യം 26,000 വോട്ടിൻ്റെ അടുത്ത് ഭൂരിപക്ഷം എത്താതെ 50,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്ത് വിജയത്തിളക്കത്തിലേക്ക് ചരിത്രത്തിലാദ്യമായിട്ട് പിന്നെ ഏത് മനുഷ്യനും സമീപിക്കാവുന്ന ഒരു വ്യക്തിത്വമാണ്. ജനനായകനാണ്. എന്ത് വിഷയത്തിലായാലും ഇടപെട്ട് രാഷ്ട്രീയമോ ജാതിയോ മതമോ ഒന്നും നോക്കില്ല. എവിടെ രണ്ടാളെ കണ്ടാലും അവിടെ ചാടി അറിയാൻ വിഷയങ്ങൾ അറിഞ്ഞ് ഇട്ടേ പോകുള്ളൂ. വീട്ടിൽ ഏത് സമയത്ത് ആർക്ക് വേണമെങ്കിലും എപ്പോഴും കയറിച്ചില്ല. ഒരു നേതാവിൻ്റെ എഴുത്തോ റെക്കമെൻഡേഷനോ ഒന്നും വേണ്ട. അങ്ങനത്തെ ഒരു ജനകീയ നേതാവാണ്. പേഴ്സണലായിട്ട് പാർട്ടിപരമല്ലായിട്ട് പേഴ്സണലായിട്ട് ഒരുപാട് വ്യക്തിബന്ധങ്ങളുള്ള അവരുടെ വോട്ടുകൾ 50,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്താണ് ചെയ്യുന്നത്. തൊട്ടേ ഈ പാർട്ടിയിൽ പ്രവർത്തിച്ചു വരുന്നവരാണ്. അദ്ദേഹത്തിന് കുടുംബമായിട്ടും വളരെ അടുപ്പമുണ്ട്. അന്ന് അനൂപ് ജേക്കബ് വളരെ ചെറിയ കുട്ടിയായിരുന്നു. അന്ന് തൊട്ടുള്ള പരിചയമുണ്ട്. അതിനുശേഷം ജേക്കബ് സാറിൻ്റെ ഇത് പോയതിന് ശേഷം അനൂപ് വന്നു. അനൂപുമായിട്ടും അതേ പാർട്ടി പ്രവർത്തനങ്ങളെല്ലാം ഞങ്ങൾ വളരെ സഹകരിച്ചാണ് പോകുന്നത്. അദ്ദേഹത്തിന് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഏത് കൊച്ചു കുട്ടിയോട് പോലും ഞങ്ങളുടെ മണ്ഡലത്തിൽ ഇദ്ദേഹത്തെ അറിയാത്തൊരു ആരും ഉണ്ടാവില്ല. അതുപോലെ കുട്ടികളോട് പോലും എല്ലാ വീടുകളുമായിട്ടും ബന്ധമുണ്ട്. അതുപോലെ അടുത്ത ജനങ്ങളുമായിട്ട് ഇടപെടുന്ന ഒരു ജനനായകനാണ് അദ്ദേഹം. അദ്ദേഹം ജയിച്ചു വരുന്ന എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്. അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ ഭൂരിപക്ഷത്തേക്കാൾ കൂടുതൽ വൻപിച്ച ഭൂരിപക്ഷത്തോടെ ഇത്തവണ ജയിക്കുന്നതാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത്. ഞങ്ങളുടെ യൂത്തിൻ്റെ ആളും കൂടി ഒന്ന് അനൂപ് ജേക്കബ് ഈ തവണ മികച്ച ഭൂരിപക്ഷം, ഒരു 50,000-നോടടുത്ത് ഭൂരിപക്ഷം കിട്ടി ജയിക്കാൻ ഞങ്ങളുടെ എല്ലാം വൻ നേതാവായിട്ട് ഉദിച്ചു വരട്ടെ, മന്ത്രിസഭയിൽ അംഗമാകട്ടെ.